Entrance Physics. Questions from +1 Mechanics. First one. A ball moving with velocity v1 strikes a vertical wall moving toward the ball with a velocity v2. If the collision is perfectly elastic, velocity of the ball after the impact will be A. v1 minus v2, b minus of v1 plus v2, c minus of v1 plus 2v2, d minus of 2v1 plus v2. കൊളിഷന് മുമ്പ് ബോള് v1 വെലോസിറ്റിയിൽ ബോളിന് നേരെ വരുന്നു, ബോള് v2 വെലോസിറ്റിയിൽ ബോളിന് നേരെ പോകുന്നു. ഇവിടെ ഇപ്പോൾ വെലോസിറ്റി ഓഫ് ദി ബോൾ റിലേറ്റീവ് ടു ദി വോൾ എന്ന് പറയുന്നത് നമുക്കറിയാം. ഞാൻ റിലേറ്റീവ് വെലോസിറ്റിയുടെ പോസ്റ്റിംഗ് നിങ്ങളെടുത്ത് കാണാത്തവർ കാണണം. റിലേറ്റീവ് ടു ഇതിനെ റിലേറ്റീവായിട്ട് ഇതിൻ്റെ വെലോസിറ്റി കാണാൻ ഇതിനെ റെസ്റ്റിൽ കൊണ്ടുവരണം. അപ്പോൾ നമ്മൾ ഇങ്ങോട്ടൊരു v2 ആഡ് ചെയ്യും, അതേ v2 ഇവിടെ ആഡ് ചെയ്യണം. ഇപ്പോൾ ഇതിൻ്റെ വെലോസിറ്റി വെർച്വൽ റെസ്റ്റ് എന്ന് പറയും, ഇതിൻ്റെ വെലോസിറ്റി അങ്ങ് 0 ആകും. ഇതിൻ്റെ വെലോസിറ്റി ഇതിനിപ്പോൾ 2 വെലോസിറ്റി ഉണ്ട്, v1 ഇങ്ങോട്ട് v2 ഇങ്ങോട്ട്. ഇവിടെ കൊടുത്ത അതേ v2 ഇവിടെയും കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ വെലോസിറ്റി ഇപ്പോൾ v1 പ്ലസ് v2 റൈറ്റിലോട്ട്. അതായത് ഇപ്പോൾ ഇതിൻ്റെ റിലേറ്റീവ് വെലോസിറ്റി അല്ലെ വെലോസിറ്റി ഓഫ് ദി ബോൾ റിലേറ്റീവ് ടു ദി വോൾ എന്ന് പറയുന്നത്. അപ്പോൾ വെലോസിറ്റി ഓഫ് ദി ബോൾ റിലേറ്റീവ് ടു ദി വോൾ ബിഫോർ ഇമ്പാക്ട് ഓർ ബിഫോർ കൊളിഷൻ ഈക്വൽസ് v1 പ്ലസ് v2. എങ്കിൽ റിലേറ്റീവ് വെലോസിറ്റി ഓഫ് ദി ബോൾ ആഫ്റ്റർ കൊളിഷൻ ഇതിൻ്റെ നേരെ നെഗറ്റീവ് വരും. കൊളിഷൻ കഴിഞ്ഞ് ഇത് തിരിച്ചു പോവും, പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് കൊളിഷനാണ്. അപ്പോൾ കൊളിഷൻ കഴിയുമ്പോൾ ബോൾ നേരെ എതിർദിശയിലേക്ക് പോകും. അപ്പോൾ വെലോസിറ്റി ഓഫ് ആഫ്റ്റർ കൊളിഷൻ വെലോസിറ്റി ബിക്കംസ് മൈനസ് ഓഫ് ദിസ്, മൈനസ് ഓഫ് v1 പ്ലസ് v2. എങ്കിൽ നമുക്ക് ഇതിപ്പോൾ റിലേറ്റീവ് ടു ദി ബോൾ ആക്കണ്ടേ, എങ്കിൽ വെലോസിറ്റി ഓഫ് ദി ബോൾ റിലേറ്റീവ് ടു ദി ഗ്രൗണ്ട്. നമുക്കത് ആവശ്യം, നമ്മൾ ഗ്രൗണ്ടിൽ നിന്ന് ഒബ്സർവ് ചെയ്ത്. അപ്പോൾ ഇതിൽ നിന്ന് ആദ്യം നമ്മൾ ഇതിൻ്റെ റിലേറ്റീവ് വെലോസിറ്റി കാണാൻ v2 ഇവിടെ ആഡ് ചെയ്തു, അതങ്ങ് സബ്ട്രാക്ട് ചെയ്ത് വെക്കണം. അപ്പോൾ വെലോസിറ്റി ആഫ്റ്റർ കൊളിഷൻ മൈനസ് ഓഫ് v1 പ്ലസ് v2 ഇത് കിട്ടി. അതിൽ നിന്ന് നമ്മൾ നേരത്തെ റിലേറ്റീവ് വെലോസിറ്റി കാണാൻ ആഡ് ചെയ്ത് v2 അങ്ങ് സബ്ട്രാക്ട് ചെയ്ത് വെക്കണം. അപ്പോൾ പ്രശ്നം തീർന്നല്ലോ. അപ്പം മൈനസ് ഓഫ് v1 പ്ലസ് v2 മൈനസ് v2. ദിസ് ഈസ് മൈനസ് v1 മൈനസ് v2 മൈനസ് v2, or minus v1 minus 2v2, or minus of v1 plus v2. That means choice is C. അടുത്തത്, two pulleys A and B are joined by an endless belt that transmits rotation from A to B. The speed of A is 3000 rpm. A diameter of B equals 500 millimeter and it is to be driven at 600 rpm. What is the diameter of the pulley A? Choices: A 100 millimeter, B 2500 millimeter, C 250 millimeter, D 300 millimeter. എയും ബി രണ്ട് പുള്ളി ഇത് ഒരു എൻലെസ് ബെൽറ്റ് കൊണ്ട് കണക്ട് ചെയ്തിരിക്കുന്നു, കൺവെയർ ബെൽറ്റ്. ഇത് മോട്ടറിൽ കൊടുത്തിരിക്കുന്ന മോട്ടർ ഇതിനെ കറക്കും, ബെൽറ്റ് അതിൽ എനർജി എടുത്ത് ബിയിൽ കൊടുക്കും, അപ്പോൾ ബിയും കറക്കും. ഇവിടെ ഇതിൻ്റെ ഡയമീറ്റർ കണ്ടുപിടിക്കേണ്ടത്. ഇതിൻ്റെ ഡയമീറ്റർ തന്നിട്ടുണ്ട്, ഇതിൻ്റെ ഫ്രീക്വൻസി ഓഫ് റവല്യൂഷൻ തന്നിട്ടുണ്ട്, ഇതിൻ്റെ ഫ്രീക്വൻസി ഓഫ് റവല്യൂഷൻ തന്നിട്ടുണ്ട്. ബെൽറ്റിൻ്റെ വെലോസിറ്റി, ലീനിയർ വെലോസിറ്റി വി എന്നിരിക്കട്ടെ, അത് ബെൽറ്റിൻ്റെ വെലോസിറ്റി സ്പീഡ് ഒരു കോൺസ്റ്റൻ്റാണ്. അതിവിടെ ആയാലും ഈ ഭാഗത്തെടുത്താലും ബെൽറ്റിൻ്റെ വെലോസിറ്റി വി. ഇവിടെ വരുമ്പോൾ അത് എയ്ക്ക് ടാൻജൻഷ്യലായിട്ടായ വെലോസിറ്റി,
ഇവിടെ വരുമ്പം ബെൽറ്റിൻ്റെ വെലോസിറ്റി ബിയുടെ ടാൻജൻഷ്യൽ വെലോസിറ്റിയാണ്. നമുക്കറിയാം എൻ്റെ വി ഈക്വൽസ് ആർ ഒമേഗ. അപ്പോൾ ഇവിടെ വി എന്ന് പറഞ്ഞാൽ r1 ω1, ഇതിൻ്റെ ആംഗുലാർ വെലോസിറ്റി ω1, എൻ്റെ റേഡിയസ് r1 ഇതിൻ്റെ. ദാറ്റ് മസ്റ്റ് ബി ഈക്വൽ ടു ഇവിടെ എത്തുമ്പോൾ r2 ω2. റേഡിയസ് എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ ബൈ 2 ആ, രണ്ടിടത്ത് ഡയമീറ്റർ ബൈ 2 എന്ന് ഇടുമ്പോൾ 2 അങ്ങ് കളയാം. അപ്പം അതുപോലെ ഒമേഗ 2π ഇൻറ്റു ഫ്രീക്വൻസിയാണ്. 2π ഒന്നും കാണണ്ട, നമ്മൾ എൻട്രൻസ് ആകുമ്പോൾ ചുരുക്കത്തിൽ റേഡിയസിൻ്റെ സ്ഥാനത്ത് ഡയമീറ്ററും ഒമേഗയുടെ സ്ഥാനത്ത് ഫ്രീക്വൻസി നേരിട്ട് അങ്ങ് ഉപയോഗിച്ചാൽ മതി. d1f1 ഈക്വൽസ് d2f2. d1 ആ കാണണ്ടേ. ഇപ്പോൾ d1 ഈക്വൽസ് d2f2 ബൈ f1. That is 500 into 600 by 3000 or 100 millimeter. അതാണ് ആൻസർ. അപ്പോൾ ചോയ്സ് ഈസ് എ. A uniform rectangular block remains stationary on an inclined surface as shown in the figure. Choose the correct. A. The right half of the block exerts greater pressure on the plane. B. The left half exerts greater pressure. C. Both halves exert equal pressure. D. Friction alone keeps the block stationary. ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനിൽ ഒരു ബ്ലോക്ക് ഇങ്ങനെ സ്റ്റേഷനറി ആയിട്ടിരിക്കുന്നതാണ്. ഇത് സ്റ്റേഷനറി ആയിട്ടിരിക്കുമ്പോൾ ഇവിടെ തന്നിരിക്കുന്നതനുസരിച്ച് റൊട്ടേഷൻ്റെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. റൊട്ടേറ്റ് ചെയ്യുന്നില്ല, സ്റ്റേഷനറി ആയിട്ടിരിക്കുക. അപ്പോൾ രണ്ട് ഹാഫ്. ഇതിൽ ഫ്രിക്ഷനുണ്ട്. ഈ ഫ്രിക്ഷനും വെയ്റ്റിൻ്റെ സൈൻ കമ്പോണൻറ്റിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കൂടെ വരും. ഈ ഇൻക്ലൈൻഡ് പ്ലെയിന് മുകളിൽ കൂടെ ആ വെയിറ്റ് വരുന്നത്, ഇതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഇതിൻ്റെ സെൻറ്ററിൽ വരും. അപ്പോൾ ഇൻക്ലൈൻഡ് പ്ലെയിനിന് അല്പം മുകളിലായിട്ട് വരും. ഈ ഫ്രിക്ഷനും ഈ വെയ്റ്റിൻ്റെ സൈൻ കമ്പോണൻറ്റും കൂടെ ചേർന്ന് ഒരു ക്ലോക്ക് വൈസ് മൂവ്മെൻറ്റ് ഫോം ചെയ്യും. അപ്പോൾ ഈ ബ്ലോക്കിനെ ക്ലോക്ക് വൈസ് ആയിട്ട് അത് ടേൺ ചെയ്യും. ഈ കപ്പിൾ അതിനെ ബാലൻസ് ചെയ്യുന്നത് ഈ നോർമൽ റിയാക്ഷൻ മൂലം ഉണ്ടാകുന്ന വെയിറ്റും കൂടെ ചേരുന്ന ആൻറ്റി ക്ലോക്ക് വൈസ് മൂവ്മെൻറ്റ് വേണം അതിനെ ബാലൻസ് ചെയ്യാൻ. തീർച്ചയായിട്ടും ഈ ആൻറ്റി ക്ലോക്ക് വൈസ് മൂവ്മെൻറ്റ് ഇതിനെ ബാലൻസ് ചെയ്യാൻ സ്ട്രോങ് ഇനഫ് ആയിരിക്കണമെങ്കിൽ N2 മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ N1. N1 അല്ലെങ്കിലും ക്ലോക്ക് വൈസ് മൂവ്മെൻറ്റ് ഫോം ചെയ്യും, ഫ്രിക്ഷനെ എയ്ഡ് ചെയ്യാതെ. അപ്പോൾ N2-ൽ നിന്നും കിട്ടുന്ന മൂവ്മെൻറ്റ് വേണം ഇതിനെ ബാലൻസ് ചെയ്യാൻ. ചുരുക്കത്തിൽ N2 റൈറ്റ് ഹാഫിൽ ഉള്ള നോർമൽ റിയാക്ഷൻ ആയിരിക്കണം വലുത്. തീർച്ചയായിട്ടും ന്യൂട്ടൻ്റെ തേർഡ് ലോ അനുസരിച്ച് ഈ നോർമൽ റിയാക്ഷന് തുല്യമായിട്ടുള്ള ഫോഴ്സ് ഈ റൈറ്റ് ഹാഫ് ഈ പ്ലെയിനിലോട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ റൈറ്റ് ഹാഫ് കൊടുക്കുന്ന പ്രഷറാണ് വലുത്. അപ്പോൾ ഈ ചോദ്യത്തിൽ പറയുന്നത് ദി റൈറ്റ് ഹാഫ് ഓഫ് ദി ബ്ലോക്ക് എക്സേർട്സ് ഗ്രേറ്റർ പ്രഷർ ഓൺ ദി പ്ലെയിൻ. അപ്പോൾ ചോയ്സ് എ ആണ് കറക്റ്റ്. അപ്പോൾ വീണ്ടും നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചർച്ച ചെയ്യാം. താങ്ക് യു.